അയ്യപ്പൻകോവിൽ മേരികുളത്ത് കഥ കാവ്യ ശില്പശാല സംഘടിപ്പിച്ചു. ഫിലമെന്റ് സംസ്ഥാന പ്രസിഡന്റ് കാഞ്ചിയാർ മോഹനൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഫിലമെന്റ് കലാ സാഹിത്യവേദി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് താളത്തിലും വൃത്തത്തിലും എളുപ്പത്തിൽ എങ്ങനെ കവിത എഴുതാം, എളുപ്പത്തിൽ എങ്ങനെ കഥ എഴുതി തുടങ്ങാം എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത്. തിരക്കഥാകൃത്തും ചലച്ചിത്ര ഗാന രചയിതാവുമായ സുധാംശുവാണ് ക്ലാസ് നയിച്ചത്. ഞാൻ പറയുന്നത് എന്തെങ്കിലും വിയോജിപ്പൊക്കെ പറയണേ. അങ്ങനെയല്ലേ എഴുതുക അല്ലേ? ഇവിടെ എഴുതുന്ന താളമുണ്ടോ? താളമുണ്ടോ? താളത്തിലാണ് എഴുതുന്നത്. അപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്നത് താളത്തിൽ എഴുതാനുള്ള ഉടായിപ്പ് പണികൾ പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ ക്ലാസ്. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് വനിതാ സാംസ്കാരിക നിലയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കഥയുടെയും കവിതയുടെയും ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലാനും നിങ്ങളുടെ രചന പരിപോഷിപ്പിക്കുവാനുമായിട്ടാണ് ഇടുക്കി ജില്ലാ ഫിലമെന്റ് കലാസാഹിത്യവേദി കഥാകാവ്യ ശില്പശാല സംഘടിപ്പിച്ചത്. ഫിലമെന്റ് സംസ്ഥാന പ്രസിഡന്റ് കാഞ്ചിയാർ മോഹനൻ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും കിട്ടത്തില്ല. അതുകൊണ്ട് കഥയെ നല്ലൊരു മാതൃകയാണ്. ഇപ്പൊ കവിതയാണ് എല്ലാവരും എഴുതുന്നത്. പക്ഷെ കവിത എഴുതുന്നതും കുഴപ്പമില്ല. കവിത എഴുതുമ്പോൾ കവിതയ്ക്കകത്ത് ഒരു ത്രെഡ് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കവിതയും കലയും എല്ലാം ഉണ്ടായത് എന്നിൽ നിന്നാണ്. കവിതയും കലയും എല്ലാം ഉണ്ടായത്. ആർക്കും പറയാം? കുട്ടികൾക്ക് ആർക്കും പറയാമോ? പറയാം? ആർക്കും അറിയില്ല. കഥയും കവിതയും കലയും ഉണ്ടായത് അധ്വാനത്തിൽ നിന്നാണ്. ശില്പശാലയുടെ ഉദ്ഘാടന യോഗത്തിൽ ഫിലമെന്റ് ജില്ലാ പ്രസിഡന്റ് പ്രിയ വിജീഷ് അധ്യക്ഷത വഹിച്ചു. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് സെക്രട്ടറി ആൽബർട്ട് എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. ഫിലമെന്റ് സെക്രട്ടറി സൽമാ ശ്യാം, മിനി മോഹൻ എന്നിവർ സംസാരിച്ചു. കഥ കവിത എഴുതുന്നവരും താല്പര്യമുള്ളവരുമായ പ്രായഭേദം വ്യത്യാസമില്ലാതെ നിരവധി പേർ ശില്പശാലയിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.